ഗുരുദേവ്. ജയ രാധ മാധവ കുഞ്ച വിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി യശോദനന്ദന ബ്രിജ ജന രഞ്ജന യമുന തിരാവനചാരി ജയ രാധ മാധവ കുഞ്ച വിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി യശോദനന്ദന ബ്രിജ ജനരഞ്ജന യമുന തിരാവനചാരി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗാദാധര ശിവസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഘയ ചക്ഷുരം നിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാമഖ്യം ദദാതി സുപദാദിയോ വന്ദേകം ശ്രീഗുരു ശ്രീയുധപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സർവണരഘുനാഥാനിലം തം സജീവ സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദ സവണലളിത ശ്രീവിശാഖാനിതാംശ യേ കൃഷ്ണകരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി ശകാംസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ ജയതാം ശ്രുതോ പങ്കർമമതേർവിദ്മ സർവസപാദാമുജോ രാധാ മദന മോഹനോ ദിവ്യാതുരേന്ദാരണ കൽപദ്രുമദാ ശ്രീമദ് രത്നാകാര സിംഹാസന ശ്രീമദ് രാധാശീല ഗോവിന്ദദേവോ പൃഷ്ടാളുവിസേവ്യമാനോ സ്മരാമി ശ്രീമാൻ രാസരസവം ശിവടതടസില കർഷാർവേണു സവർ ഗോപിർഗോപിർഗാഞ്ജന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ നമോ മഹാവധന്യായുഷ്ണ പ്രേമോദായ കൃഷ്ണ കൃഷ്ണ ചൈതന്യ നാമന ഗൗരകൃഷ്യ നമോ നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണായ ജഗതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ നിത്യാനന്ദമഹം നമാമി സർവാനന്ദകരം പരം ഹരിനാമപ്രദം ദേവം അപദൂത ശിരോമണി പഞ്ചതത്വാത്മ കൃഷ്ണം ഭക്തരൂപസ്വരൂപം ഭക്താവതാരം ഭക്താക്കി നമാമി ഭക്തശാക്തിം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമോ പങ്കജനാഭായ നമോ പങ്കജമാലിനേ നമോ പഞ്ചനേത്രായ നമസ്തേ പങ്കജാംഗരി ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണകാരണം ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരി ഓം സത് സത് ഹരേ കൃഷ്ണ ശിവപ്രഭാത് കി ജയ ഗുരുദേവ് കി ജയ എല്ലാവരുടെയും ഗുരുക്കന്മാർക്കും ജയ ഹരേ ബോൾ ഹരേ കൃഷ്ണ നിതായ ഗൗരപ്രമാനന്ദേ ഹരേ കൃഷ്ണ ഗീതാ വിഷയ സംഗ്രഹം ഭഗവത്ഗീത യഥാരൂപത്തിൽ നിന്ന് അധ്യായം രണ്ടാമത്തെ അധ്യായത്തിലെ ഗീതാ വിഷയ സംഗ്രഹം എന്ന രണ്ടാമത്തെ അധ്യായത്തിലെ 63-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ ഹരിബോൾ ശ്രീപ്രഭാത് കി ജയ്. ക്രോധാത് ഭവതി സമ്മോഹാസ്യ സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധാത് ഭവതി സമ്മോഹാസ്യ സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധാത് ഭവതി സമ്മോഹാസ്യ സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും വായിക്കാനുണ്ട്? രണ്ടുപേര് വായിക്കാം. ഹരിബോൾ. ഹരേ കൃഷ്ണ. ശില പ്രഭുപാദ്ക്ക് ജയ്. ശില പ്രഭുപാദിന്റെ പദാനുപദ
തർജിമ എല്ലാവരും ശ്രദ്ധയോട് കേൾക്കുക. അതായത് ക്രോധത്തിൽ നിന്ന്, സമോഹം, ഭവതി ഭവിക്കുന്നു, സമോഹത്തിൽ നിന്ന്, സ്മൃതി വിഭ്രമഹ ഓർമ്മപ്പിഴ, സ്മൃതിഭ്രംശാത് ഓർമ്മപ്പിഴയിൽ നിന്ന്, ബുദ്ധിനാശം ഭവിക്കുന്നു, ബുദ്ധിനാശം മൂലം പ്രണശ്യതി നശിക്കുന്നു. വിവർത്തനം ശില പ്രഭുപാദിക്ക് ജയ്. ക്രോധത്തിൽ നിന്ന് സമോഹം, അതിൽ നിന്ന് ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു. ബുദ്ധിനാശത്തിൽ നിന്ന് വീണ്ടും ഭൗതികതയുടെ കയത്തിലേക്ക് വീണ് നാശം പ്രാപിക്കുന്നു. ഭഗവത്ഗീത എന്ന് പറയുന്നത് മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ്. ശരിക്കും ഒരു ഭഗവത്ഗീത ഒരു വ്യക്തി പഠിച്ചാൽ ഒരു മനഃശാസ്ത്രം പഠിക്കുന്നതിൻ്റെ ഏറെക്കുറെ ഫലം ചെയ്യും. കാരണം ഭഗവത്ഗീതയിൽ ഒരു വ്യക്തിയുടെ സ്വഭാവം ഏത് തരത്തിലുള്ളതാണെന്ന് 3 ഗുണങ്ങളെ അടിസ്ഥാനമാക്കി പഠിച്ചു കഴിയുമ്പോൾ ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് സമ്പർക്കം അല്ലെങ്കിൽ സംസാരത്തിൽ നിന്നോ അവരുടെ പെരുമാറ്റത്തിൽ നിന്നോ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും ഏത് ഗുണമാണ് ആ വ്യക്തിക്ക് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്ന്. അപ്പൊ നമുക്ക് ഏറെക്കുറെ ആ വ്യക്തിയുടെ സ്വഭാവത്തിന്റെ ഒരു രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്രകാരം ഭഗവത്ഗീത പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എന്തുമാത്രം ശ്രേഷ്ഠമായ അറിവാണെന്നുള്ളത് ആ വ്യക്തി വാ തുറക്കുമ്പോൾ സംസാരത്തിൽ കൂടി ഏറെക്കുറെ മനസ്സിലാകാൻ സാധിക്കുമെന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്. അപ്രകാരം മനസ്സിലാക്കാനും സാധിക്കും ഭഗവത്ഗീതയിൽ കൂടി. ഇതുകൊണ്ടാണ് മനഃശാസ്ത്രമാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്. മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് ഇവിടെ പറയുന്നു ക്രോധത്തിൽ നിന്നാണ് സമോഹം ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ക്രോധം വരുന്നത് എവിടുന്നാണ്? നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ, അല്ലെ നമ്മളുടെ താല്പര്യം, അല്ലെ നമ്മളുടെ ഇച്ഛപ്രകാരം കാര്യങ്ങൾ നടക്കാതെ പോവുകയോ കിട്ടാതെ പോവുകയോ, നമ്മൾ ആഗ്രഹിക്കുന്നത് കൂട്ട് നടക്കാതെ വരുവോ ഇത്യാദി പല കാര്യങ്ങളിൽ നിന്നും ഓരോ വ്യക്തിക്കും അവരുടെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് പറയുന്നു? സമോഹമുണ്ടാകുന്നു. അതിൽ നിന്ന് ഓർമ്മപ്പിഴയും, ആ ഓർമ്മപ്പിഴയിൽ നിന്നുണ്ടാകുന്നത് എന്താണ്? ബുദ്ധിനാശം ഉണ്ടാകുന്നു. ബുദ്ധിനാശത്തിൽ നിന്ന് വീണ്ടും ഭൗതികതയുടെ കയത്തിലേക്ക് വീണ് നാശം പ്രാപിക്കുന്നു. ശീല രൂപഗോസ്വാമി ഇങ്ങനെ നിർദ്ദേശം തന്നിട്ടുണ്ട്. പ്രാപഞ്ചികതയാ ബുദ്ധിയ ഹരിസംബന്ധി വസ്തുനാഹ മുമുക്ഷിഭി പരിത്യാഗോ വൈരാഗ്യം ഫൽഗു കഥാദേ എന്ന് വെച്ചാൽ ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നതാണ്, ഭഗവത് സേവനത്തിൽ ഉപയുക്തമാകാത്തതായി ഒന്നും തന്നെ ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ലെന്ന് കൃഷ്ണാവബോധത്തിന്റെ വികാസത്താൽ ഭക്തന് മനസ്സിലാവും. ഇത് വളരെ വാല്യുവായ ഒരു കാര്യമാണ്. പൊതുവെ ആൾക്കാരുടെ ധാരണ എന്ന് പറഞ്ഞാൽ ഭക്തി മാർഗത്തില് ഭൗതിക ലോകത്തിലുള്ള സാധനങ്ങൾ, ഈവൻ നല്ല മൊബൈല്, നല്ല ലാപ്ടോപ്പ്, അതുപോലെ ക്യാമറ, വീഡിയോ ക്യാമറ അല്ലെങ്കിൽ മറ്റ് ക്യാമറകൾ, അങ്ങനെ ഇലക്ട്രോണിക്സ് ഐറ്റംസുകളൊക്കെ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പൊതുവെ ആൾക്കാരിലുണ്ട്. എന്നാൽ ശീല പ്രഭുപാദ് പറയുന്നത് റോക്കറ്റ് വരെ ഭക്തി മാർഗത്തിൽ ഉപയോഗിക്കാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് കൃഷ്ണനുമായിട്ട് അത് താരതമ്യപ്പെടി കൃഷ്ണ സേവയിലേക്ക് ഉപയോഗിക്കുമ്പോൾ അത് ആത്മീയമായി കഴിഞ്ഞു, ശുദ്ധമായി കഴിഞ്ഞു, പവിത്രമായി കഴിഞ്ഞു. കാരണം ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഭഗവാന്റെ തന്നെ എനർജി കൊണ്ടാണ്, ശക്തി കൊണ്ടാണ്, പഞ്ചഭൂതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അപ്പം അത് ഈ ഭഗവത് സേവയിലേക്ക് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ശീല പ്രഭുപാദ് വ്യക്തമായിട്ട് പറയുന്നു. അതല്ല, അത് പാടില്ല, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതാണ് ഫൽഗു വൈരാഗ്യം ഉണ്ട്, ഫൽഗു വൈരാഗ്യവുമുണ്ട്, മർക്കട വൈരാഗ്യവുമുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് മനസ്സിലാകും. എന്നാൽ കൃഷ്ണാവബോധം എന്തെന്നറിയാത്തവന് ഭൗതിക വിഷയങ്ങളിൽ നിന്ന് ഒഴിയാൻ വേണ്ടി കൃത്രിമോപായങ്ങൾ തേടുന്നത് ഫലമോ പ്രാപഞ്ചിക ബന്ധങ്ങളിൽ നിന്ന് മോചിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ പരിത്യാഗത്തിന്റെ
പൂർണ്ണതയിൽ എത്തുന്നില്ല. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരു വ്യക്തി പരിത്യാഗം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും ആ വ്യക്തിക്ക് പരിത്യാഗം ഉണ്ടാകില്ല എന്ന് വ്യക്തമായിട്ട് ശില പ്രഭുപാദ് പറയുന്നു. അവരുടെ നാമമാത്രമായ ഈ ത്യാഗത്തിൽ ഫൽഗു അഥവാ അപ്രധാനമായ വൈരാഗ്യം എന്ന് പറയുന്നു. കൃഷ്ണാവബോധമാർന്നയാൾ അയാൾക്കാകട്ടെ ഏതൊന്നിനെയും ഭഗവത് സേവനത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നറിയാം. അതുകൊണ്ട് അയാൾ ഭൗതിക അവബോധത്തിന് അടിമയാകുന്നില്ല. ഉദാഹരണമായി ഒരു വ്യക്തിഗത വാരിക്ക് ഭഗവാൻ അഥവാ കേവലതത്വം അരൂപിയാകയാൽ ഭോക്താവല്ല. അതുകൊണ്ട് അയാൾ നല്ല ഭക്ഷണ പദാർത്ഥങ്ങളെ ഉപയോഗിക്കാൻ യത്നിക്കും. മറിച്ച് കൃഷ്ണന് സർവോത്തമനായ ആസ്വാദകനെന്ന് അറിയുന്ന ഭക്തൻ വിശിഷ്ട ഭോജ്യങ്ങളെ ഭഗവാന് സമർപ്പിച്ച ശേഷം ഉച്ഛിഷ്ടമായത് പ്രസാദം കൈക്കൊള്ളുന്നു. അപ്പം ഇതാണ് ഭഗവാൻ രൂപം എന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കണം, രൂപം ഉള്ളതിൽ നിന്നാണ് രൂപം വരുന്നത്. ഒരിക്കലും അരൂപത്തിൽ നിന്ന് രൂപം വരത്തില്ല. ഇപ്പൊ എനിക്ക് രൂപമുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് രൂപമുണ്ടാകും. ഈ മേശയ്ക്ക് രൂപമുണ്ട്, കസേരയ്ക്ക് രൂപമുണ്ട്, കമ്പ്യൂട്ടറിന് രൂപമുണ്ട്, വാഷിംഗ് മെഷീന് രൂപമുണ്ട്, മോർച്ചറിക്ക് രൂപമുണ്ട്. ഇതിനെല്ലാം രൂപമുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഉടയനായ സർവാധിപനായ പരമദിവ്യോത്തമ പുരുഷന് രൂപം ഇല്ല എന്ന് പറയുന്നിടത്ത് എന്ത് ലോജിക്കാണ് ഉള്ളത്? അങ്ങനെ രൂപമില്ലാത്തവര് ഭഗവാന് നിവേദിക്കത്തില്ല. എന്നാൽ രൂപത്തിൽ വിശ്വസിച്ച് ഭഗവത് സേവ ചെയ്യുന്ന വ്യക്തി തീർച്ചയായിട്ടും അവൻ വിശിഷ്ട ഭോജ്യം നിവേദ്യം ഭഗവാൻ അർപ്പിക്കുന്നു. അതിന് പ്രസാദമായി കിട്ടുന്ന വളരെ സന്തോഷത്തോടുകൂടി അത് പാനം ചെയ്യുന്നു. അപ്പൊ എന്താണ്? നല്ല ഫുഡ് കിട്ടുന്നു, ഭഗവാന് സന്തോഷമാകുന്നു, ആ ഭക്തൻ സന്തോഷമാകുന്നു. അതല്ല, ഫൽഗു വൈരാഗ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. ആനുകൂലേന കൃഷ്ണാനുശീലനം പ്രതികൂലേന വർജിതമെന്നാണ് രൂപഗോസ്വാമി പറഞ്ഞത്. അനുകൂലമായ കൃഷ്ണാനുശീലന കൃഷ്ണാവബോധത്തിന് കൃഷ്ണ സേവയിൽ അനുകൂലമായതിനെ എല്ലാം സ്വീകരിക്കാം, പ്രതികൂലമായതിനെ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായ പരിത്യാഗം കൊണ്ട് ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് ചെറിയൊരു വിക്ഷോഭം മതി അയാളെ വീണ്ടും ഭൗതിക ജീവിതത്തിന്റെ കയത്തിലേക്ക് തള്ളിയിടാൻ. അപ്പൊ ഇവിടെ മനോവിക്ഷേപം വളരെ പ്രശ്നമാണ്. ഏതു വ്യക്തി മനസ്സിനെ ശരിക്കും നിയന്ത്രിച്ചില്ല എങ്കിൽ ഭൗതിക കയത്തിലേക്ക് വീഴും എന്നുള്ളത് സ്പഷ്ടമാക്കി തരുന്നുണ്ട്. അയാളെ വീണ്ടും ഭൗതിക ജീവിതത്തിന്റെ കയത്തിലേക്ക് തള്ളിയിടാൻ അങ്ങനെയുള്ള ഒരാത്മാവ് മുക്തിയോടടുത്ത സ്ഥാനത്തിലെത്തിയാൽ പോലും ഭക്തിപരിതമായ സേവനത്തിന്റെ താങ്ങില്ലാത്തത് കൊണ്ട് വീണ്ടും താഴെ വീഴുന്നു. ഇതാണ് പ്രഭുപാദിന്റെ ആശയം. ഭക്തിപരിതമായ സേവനത്തിന്റെ ഇതില്ല എങ്കിൽ അത് താഴെ വീഴുന്നു. ഇവിടെ ജീവ പ്രകൃതി ഭഗവാൻ ഇതിന് സംബന്ധ ജ്ഞാൻ എന്ന് പറയുന്നു. ജീവ പ്രകൃതി ഭഗവാൻ ഇതിന് സംബന്ധ ജ്ഞാൻ എന്ന് പറയുന്നു. ജീവ പ്രകൃതിയുടെ സംബന്ധം എന്ത് എന്ന് വെച്ചാൽ പ്രകൃതി ഭഗവാന്റെ സംബന്ധം എന്ത്? ഈ രണ്ട് കാര്യം മനസ്സിലാക്കണം. ഭഗവാൻ കൃഷ്ണൻ പ്രകൃതിയെ പരിചയപ്പെടുത്തുന്നു നമ്മളെ. ഇവിടെ സംബന്ധം പ്രകൃതിയുമായി എങ്ങനെ നടക്കുന്നു? പ്രകൃതിയുടെ ബന്ധനത്തിൽ ജീവ എങ്ങനെ കുടുങ്ങി? പ്രകൃതിയിൽ നിന്ന് 3 ഗുണമുണ്ടാകുന്നു. ഇത് പ്രകൃതിയുടെ ലക്ഷണം ആണ്. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ഈ 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തികളുടെയും സ്വഭാവത്തിനെ മോൾഡ് ചെയ്തിരിക്കുന്നത്. അത് എത്ര ഹലോ പ്രഭു, ഹരിബോൾ, ഹരിബോൾ കൃഷ്ണ, മാതാജി, കഹാഹു ഹിഹു എന്നൊക്കെ നമ്മൾ എല്ലാവരും വാച പഠിക്കും. പക്ഷെ അസ്ലി എത്ര മറച്ചാലും ഒരു ദിവസം ബ്ടങ്ങ് വെളിവിടും. കാരണം അവന്റെ സ്വഭാവം അവന്റെ പ്രകൃതിയുടെ 3 ഗുണത്തിന് ബേസ് ചെയ്തിരിക്കുന്നു. അപ്പോ പ്രകൃതിയുടെ എങ്ങനെ കാരണം വെച്ചാൽ പ്രകൃതിയിൽ നിന്ന് 3 ഗുണം ഉണ്ടാകുന്നു. ഇത് പ്രകൃതിയുടെ ലക്ഷണമാണ്. ദേഹത്തിൽ വസിക്കുന്ന ജീവ പ്രകൃതിയുടെ ബന്ധനത്തിൽ, ഉദാഹരണം
ദുർബലനായ വ്യക്തിക്ക് ബലവാനാകാൻ ആഗ്രഹിക്കുന്നു. ദരിദ്രൻ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ജോലിയിൽ നിന്ന് മുക്തനാകാൻ നോക്കുന്നില്ല. ജയിൽ ഭൗതിക ലോകമാണ്. ആ ജയിലാകുന്ന ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തനാകാൻ ഒരു വ്യക്തിയും നോക്കുന്നില്ല. ഇവിടെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ സന്തോഷത്തിനായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അജിറ്റേഡ് ആകുന്നു. നമ്മൾ ഇന്ദ്രിയ തൃപ്തിയിൽ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാനും ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അജിറ്റേറ്റഡ് ആകുന്നു, ചിന്തിക്കുന്നു ഇത് ചെയ്യേണ്ട. പിന്നീട് എന്താണ് നമ്മൾ വിചാരിക്കുന്നത്? അയ്യോ ഇത് ചെയ്യണ്ടായിരുന്നല്ലോ എന്നൊരു തോന്നൽ നമുക്ക് വരും. ഉദാഹരണം, നമുക്കിപ്പോൾ ദേഷ്യം വരുന്ന ഒരു സമയത്ത് നമ്മൾ ഒരു വ്യക്തിയോട് മോശമായിട്ട് വർത്താനം പറയുമ്പോൾ പിന്നീട് നമുക്ക് തോന്നും, ഞാൻ അവരോട് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് നമുക്കൊരു തോന്നൽ വരും. എന്നാൽ ഇതിന്റെ ഫലം പരിപൂർണ ഫാൾട്ടാണ്, പരിപൂർണമായിട്ട് ഫാൾട്ട്. എന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൃഷ്ണന്റെ സന്തോഷത്തിനായിട്ട് ഉപയോഗിച്ചാലോ? നമ്മൾ കൃഷ്ണന്റെ സന്തോഷത്തിന് ഉപയോഗിച്ചാൽ ഭഗവാൻ സന്തോഷിക്കും, നമ്മൾ സന്തോഷിക്കും. അപ്പം ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കും. ഋഷികേശ സേവനം ഭക്തിരുച്യതേ. അല്ലാതെ ഭഗവാൻ തന്നിട്ടുള്ള ഇന്ദ്രിയങ്ങള് ഭഗവാന്റെ സേവയിലേക്ക് സമർപ്പിക്കുമ്പോൾ മാത്രമേ ആ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ നല്ല കാര്യം ചെയ്യാൻ ഓരോരുത്തരും മുഹൂർത്തം നോക്കാറുണ്ട്. എന്നാൽ ഇന്ദ്രിയ തൃപ്തി ചെയ്യാൻ ഒരു വ്യക്തിയും മുഹൂർത്തം നോക്കാറില്ല. ഇവിടെ നമ്മൾ നമ്മുടെ മൈൻഡിനെ ചതിക്കുന്നു സ്വയം. കാരണം തിരമാലകൾ മാതിരി നമ്മളുടെ മനസ്സിൽ ചിന്താധാരകൾ ഇങ്ങനെ വന്നും പൊക്കോണ്ടേ തിരമാല എപ്രകാരം അടിച്ചും വന്നും പൊക്കോണ്ടേ ഇരിക്കുന്നു, അപ്രകാരം നമ്മുടെ ചിന്തയിൽ നമ്മുടെ മനസ്സിൽ മില്യൺ കണക്കിന് ചിന്തകൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടേയിരിക്കും. കാരണം അപ്പോ കയറുന്ന ഇന്ദ്രിയ തൃപ്തിയിൽ, അപ്പൊ തിരമാലകൾ മാതിരി ചിന്തകൾ കയറുന്ന ഇന്ദ്രിയ തൃപ്തിയിൽ നമുക്ക് നമ്മുടെ മൈൻഡിനോട് സംസാരിക്കാം. നമ്മുടെ മൈൻഡിനെ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് കൃഷ്ണനുമായി അടുക്കാനും കൃഷ്ണനുമായി ദൂരെ പോകാനും കാരണം നമ്മുടെ മൈൻഡാണ്. അതുകൊണ്ടാണ് സാധാരണ ആൾക്കാർ പറയുന്നത്, കൃഷ്ണാവബോധത്തിൽ വരണമെങ്കിലും കൃഷ്ണന്റെ പെർമിഷൻ വേണം, കൃഷ്ണാവബോധത്തിൽ നിന്ന് പോകണമെങ്കിലും കൃഷ്ണന്റെ പെർമിഷൻ വേണം. ശരി തന്നെയാണ്. എന്നാൽ ഇവിടുത്തെ സൂത്രധാരൻ എന്ന് പറയുന്നത് മൈൻഡാണ്, മനസ്സാണ്. അപ്പൊ മനസ്സിന്റെ ഇച്ഛയ്ക്കനുസരിച്ച്, ആഗ്രഹത്തിനനുസരിച്ച് ഭഗവാൻ തഥാസ്തു 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 തരുന്നു. അപ്പോ എന്നാൽ നമ്മുടെ മൈൻഡ് കാരണം നമ്മുടെ ഉള്ളിൽ, എന്നാൽ മൈൻഡ് അല്ല നമ്മൾ പഞ്ചഭൂതമല്ല. നമ്മൾ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ എന്ന് പറയുന്ന വ്യക്തി മൈൻഡ് അല്ല. നമ്മൾ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിച്ച ശരീരമല്ല, പഞ്ചഭൂതമല്ല. എന്നാലോ നമ്മൾ സൂക്ഷ്മ ശരീരമല്ല. പിന്നെയോ നമ്മൾ ആത്മാവാണ്. ആ ഒരു ചിന്താധാര നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി സംസാരിച്ച് ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മളെ ആൾക്കാർ പരിഹസിക്കുകയും കളിയാക്കുകയും നിന്ദിക്കുകയും മനസ്സ് വേദനിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, പോയി പണി നോക്ക് മാഷേ, ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ്. താൻ എന്തെങ്കിലും പറഞ്ഞോ, എൻ്റെ ശരീരത്തിനെ ഏൽക്കുന്നുള്ളൂ, എൻ്റെ ആത്മാവിന് ബാധകമല്ല. എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നത് ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോഴാണ്. അതിനാണ് ഞാൻ കൃഷ്ണാവബോധത്തിൽ വന്നത്. അതുകൊണ്ട് നീ അവിടെ കിടന്ന് പറഞ്ഞോളൂ, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു. മനസ്സെ പോയി പണി നോക്ക് എന്ന് ഭക്തി സിദ്ധാന്ത
സരസ്വതി മഹാരാജ് പറഞ്ഞു. അദ്ദേഹം പറയുന്നു, വൈഷ്ണവക്കെ ബുക്കിൽ പറയുന്നുണ്ട്, ഏ മനസ്സേ, ഈ കണ്ട കാലങ്ങൾ മുഴുവനും നീ എന്നെ അടിമയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ശരീരമാണെന്നുള്ള ഭാവനയിൽ പോയി പണി നോക്ക്. ഞാൻ ഇനി നിന്റെ അടിമയാകാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് ആ ബുക്കിൽ വ്യക്തമാക്കുന്നു. ഇതൊക്കെ നമുക്ക് ഭയങ്കര ഗുണപാഠങ്ങളാണ്. കാരണം കൃഷ്ണാവബോധത്തിൽ വരുമ്പോൾ ഒരുപാട് ക്ലേശങ്ങളും കൂട്ടത്തില് പിന്നെ കുന്നായ്മയുള്ളവരും പാരവെപ്പും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്തുണ്ട്, ഇല്ലെന്നല്ല. അവരിലൊക്കെ നമ്മുടെ, അതായത് ഈ ഹിംസ എന്ന് പറയുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഒന്നിനെ കൊല്ലുന്നതാണ് ഹിംസ എന്ന്. അതും ഒരു ഹിംസയാണ്. പക്ഷേ ഒരു മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് വരെ ഹിംസയാണെന്ന് ഭഗവത്ഗീത പറയുന്നു. അപ്പൊ അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ആ കാരണം നമ്മൾ ഹിംസ ചെയ്യുന്നില്ല. അപ്പൊ അതിനെ നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തണം അഭ്യാസത്തിൽ കൂടി. അപ്പൊ ഇവിടെ എന്താ കലികാലത്തിൽ കലി നാവിൽ കയറുന്നു. അപ്പൊ കലികാലത്തിൽ എന്താ സംഭവിക്കുന്നത്? കലി നാവിൽ കയറുന്നു. അതായത് ആയുധത്തെക്കാളും മൂർച്ചയാണ് വാക്കിന്, കേട്ടിട്ടുണ്ട്. എന്നാൽ കൃഷ്ണാവബോധത്തിൽ പോകണോ കലി അവബോധത്തിൽ പോകണോ? രണ്ടിനും നമ്മുടെ സ്വഭാവം ഓക്കെ പറയും. കൃഷ്ണാവബോധത്തിൽ പോകണമെന്ന് കലി അവബോധത്തിൽ പോകണം, രണ്ടിനും ഓക്കെ പറയും. എന്നാൽ കലിയുഗത്തിൽ 5 തരത്തിലുള്ളവർ ഉണ്ട്. ഒന്ന്, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം, ഇതാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന വലിയൊരു ഗ്രന്ഥം. പഠിച്ചാൽ തീരത്തില്ല, എവർഗ്രീനാണ്. ഒന്ന്, ഒരു വ്യക്തിയിൽ കുറ്റം മാത്രം കാണുന്ന വ്യക്തികൾ. ഒരു വ്യക്തിയിൽ എത്ര ചെയ്താലും അത് കുറ്റം മാത്രം കാണുന്ന വ്യക്തികള്. രണ്ട്, ഒരു വ്യക്തിയിൽ കുറ്റവും കുറവും കാണുന്ന ആൾക്കാർ. എന്നാൽ കുറ്റം മാത്രം എടുത്ത് കാണിച്ച് പ്രശ്നമുണ്ടാകുന്നു. കുറ്റവും കുറവും കാണുന്നു, രണ്ടും കാണുന്നു. പക്ഷെ കുറ്റം മാത്രം കണ്ടിട്ട് അത് പറഞ്ഞ് വലുതാക്കി പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ. മൂന്ന്, നല്ലതും ചീത്തയും കാണും, എന്നാൽ രണ്ടിനെ തുലനം ചെയ്യുന്നു, മൂന്നാമത്തെ ആൾക്കാർ. നാല്, ഒരു വ്യക്തിയിൽ നല്ലതും ചീത്തയും കാണും, എന്നാൽ ആ വ്യക്തിയിലെ നല്ലത് മാത്രം കാണുന്നത് ഭക്തൻ. ഒരു വ്യക്തിയില് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. ഈ നല്ലതും ചീത്തയും കണ്ടാലും ആ വ്യക്തിയിലുള്ള നല്ലത് മാത്രം കണ്ടിട്ട് ആ നല്ലതിനെ എടുത്ത് പ്രൊജക്റ്റ് ചെയ്യുന്ന അത് ഭക്തൻ. അവരുടെ സ്വഭാവമാണ് ഭക്തൻ. 5, ഒരു വ്യക്തിയിൽ ഒന്നിനെയും മോശമായി കാണുന്നില്ല. ഏതൊരു വ്യക്തിയിലും ഒന്നിനെയും മോശമായി കാണുന്നില്ല. എന്നാൽ ഒരു ചെറിയ അംശം നല്ലതുണ്ടെങ്കിൽ അതിനെ കണ്ട് അത് വലുതായി കാണുന്നു. ശീല പ്രഭുപാദ്. ഒരു വ്യക്തിയില് ഒന്നും മോശമായി കാണുന്നില്ല. എവിടെയെങ്കിലും ഒരു ചെറിയ നല്ല ഗുണമുണ്ടെങ്കിൽ അതിനെ വലുതായി കണ്ടിട്ട് 2 കൈയിൽ നീട്ടി അവരെ സ്വീകരിക്കുന്നു. ഇതാണ് ശീല പ്രഭുപാദ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും എല്ലാം ഇന്നിവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിരിക്കത്തില്ല. കാരണം അദ്ദേഹം എന്താ ചെയ്തത്? നാമഹട്ടകളായിട്ടുണ്ടാക്കി. ഒരു വിഭാഗം ആൾക്കാർ മോണോപ്പൊളിയായിട്ട് സ്വന്തമായിട്ട് വെച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ എന്താണ് അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് ചെറിയ നാമഘട്ടകൾ ഉണ്ടാക്കി പടപടാന്ന് പൊട്ടിച്ച് അത് വലുതാക്കി ഈ ലോകം മൊത്തം പ്രചരിപ്പിച്ചു. ഇതാണ് ശീല പ്രഭുപാദ് ചെയ്തത്. അപ്പൊ അദ്ദേഹം നല്ലതോ ചീത്തയോ ഒന്നും കാണുന്നില്ല, എല്ലാം നല്ലത് മാത്രമേ കാണുന്നുള്ളൂ. ഇനി ഇവിടെ ഒരു കാര്യം വ്യക്തം, സ്ഥൂല ശരീരം ഇവിടെ കളയുന്നു. സൂക്ഷ്മ ശരീരം നമ്മൾ മുക്തി കിട്ടുന്നിടം വരെ നമ്മുടെ കൂടെ വരും, കൂടെ ഉണ്ടാകും. ഇവിടെ മനസ്സിനെ സുഹൃത്താക്കിയാൽ ബുദ്ധിയും അഹങ്കാരവും സുഹൃത്താകും. നമുക്കറിയാം, മനസ്സേ ബുദ്ധി അഹങ്കാരം ചേർന്നതാണ് സൂക്ഷ്മ ശരീരം പ്ലസ് ആത്മാവ്. അപ്പൊ ഇവിടെ ഈ സൂക്ഷ്മ ശരീരമാകുന്ന നമ്മൾ ഇവിടെ കളയുന്നു. പിന്നെ നമ്മുടെ കൂടെ അടുത്ത് മുക്തി കിട്ടുന്നിടം വരെ വരുന്ന സാധനമാണ് സൂക്ഷ്മ ശരീരം. സ്ഥൂല ശരീരം ഇവിടെ കളയുന്നു. ഈ സൂക്ഷ്മ ശരീരത്തിലെ ഒരു സാധനമാണ് മനസ്സ്.
അപ്പോൾ ഇവിടെ മനസ്സിനെ സുഹൃത്താക്കിയാൽ, ഏതൊരു വ്യക്തി മനസ്സിനെ സുഹൃത്താക്കിയാൽ ബുദ്ധിയും അഹങ്കാരവും ഓട്ടോമാറ്റിക്കായിട്ട് ശത്രുതയിൽ നിന്ന് മിത്രമായി മാറുന്നു, സുഹൃത്താകും. അപ്പം ശത്രുവാക്കിയാൽ ഇത് മൂന്നും ശത്രുവാകും. അപ്പം നമുക്ക് ശത്രു, അഥവാ നമ്മൾ ശത്രുവാക്കിയാൽ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഈ മൂന്നും ശത്രുവാകും. മിത്രമാക്കി കഴിഞ്ഞാൽ ഈ മൂന്നും മിത്രവുമാകും. ഇവിടെ മിത്രമാകുമ്പോൾ കൃഷ്ണനുമായി ബന്ധം സ്ഥാപിക്കും. അതുകൊണ്ടാണ് ഒരു വ്യക്തി മനസ്സിനെ ഭഗവാനിൽ അർപ്പിക്കുക. അല്ലേ? ഭഗവാൻ പറയുന്നുണ്ട്, നിന്റെ മനസ്സും ബുദ്ധിയും എനിക്കിതാ എന്ന്. ഭഗവാൻ വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. അപ്പൊ നമ്മൾ ഭഗവാനിൽ മനസ്സിനെ അങ്ങോട്ട് അർപ്പിച്ചു കഴിയുമ്പോൾ ബാഹ്യമായ അറ്റാക്കുകളൊക്കെ ഉണ്ടാകും. ഇല്ല, അത് നമ്മൾ അങ്ങ് അവസാനം വരെ നമുക്കുണ്ടാകും. പക്ഷേ നമ്മളെ ഏക്കത്തില്ല, നമ്മളെ ബാധിക്കത്തില്ല. പോയി പണി നോക്കാൻ പറയാം. അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് സമൂഹമോ വിഭ്രമോ ഇത്യാദി കാര്യങ്ങളൊന്നും ഉണ്ടാകുമില്ല. ഈ ശ്ലോകത്തിൽ പറഞ്ഞ മാതിരി കൃഷ്ണനുമായി ബന്ധം സ്ഥാപിക്കണം നമ്മൾ. ഇവിടെ മനസ്സ് ഹൈപ്പർ ആക്റ്റീവാണ്, ഒരിക്കലും വിശ്രമം എടുക്കുന്നില്ല. കാരണം മനസ്സ് വിശ്രമം എടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. രാത്രി വരെ അദ്ദേഹം ഹൈപ്പർ ആക്റ്റീവാണ്. ആ മനസ്സ് വിശ്രമം എടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ സ്വപ്നമൊക്കെ കാണുന്നത്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സ്വഭാവം വ്യത്യാസമുണ്ട്. ശരീരത്തിൻ്റെ പ്രക്രിയ കഴിഞ്ഞാൽ ശരീരം വിശ്രമിക്കും, എന്നാൽ മനസ്സ് വിശ്രമിക്കില്ല, ചലിച്ചുകൊണ്ടേയിരിക്കും. ചഞ്ചലഹ മനഃ കൃഷ്ണ എന്ന് അർജുനൻ പറയുന്ന മാതിരി മനസ്സിന് വിശ്രമം കിട്ടണമെങ്കിൽ മനസ്സിനെ തൃപ്തിയാക്കുന്നത് കാണണം. മനസ്സിന് വിശ്രമം കിട്ടണമെങ്കിൽ മനസ്സിന് തൃപ്തിയാകുന്നത് നാം കാണണം. അതാണ് ഭഗവാൻ. ഭഗവാന്റെ ശൃംഗാരങ്ങളും അതിൻ്റെ സേവകളും അതിൻ്റെ അഭിഷേകങ്ങൾ, അതിൻ്റെ മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ തന്നെ ഭഗവാനെ ഒരുക്കിയിട്ട് മാറി നിൽക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതാണ് ഒരു ഡെയിറ്റി വർഷിപ്പിൻ്റെ ഒരു ഭാഗം. അതാണ് പ്രഭുപാദ് റെക്കമെൻഡ് ചെയ്തത്. അപ്പൊ ആ കാരണം എന്താണ്? നമ്മൾ അതിൽ ആകൃഷ്ടനാകണം, മനസ്സിനെ അതിനെ അർപ്പിക്കണം, ആകൃഷ്ടനാകണം ഇരിക്കും. അപ്പം മനസ്സിന് വിശ്രമം കിട്ടണമെങ്കിൽ മനസ്സിനെ തൃപ്തിയാകുന്നത് കാണിക്കണം. ഭഗവാന്റെ കാര്യം മനസ്സിനെ പഠിപ്പിക്കണം. കാണിക്കുക മാത്രമല്ല, ഭഗവാന്റെ കാര്യം മനസ്സിനെ പഠിപ്പിക്കണം. അപ്പൊ മനസ്സിലിട്ട് മനനം ചെയ്യുമ്പോൾ, ഭഗവാന്റെ കാര്യങ്ങൾ മനനം ചെയ്യുമ്പോൾ ഈ മനസ്സ് ക്ലിയർ ആകും. ചേതോദർപ്പണം മാതിരി ക്ലിയർ ആകും. അപ്പൊ അങ്ങനെയുള്ള മനസ്സിൽ, ശുദ്ധമായ ക്ലിയറായ മനസ്സിൽ ആര് കൂടിയിരിക്കും? ഭഗവാൻ കൂടിയിരിക്കുന്നത് നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും. ഓൾറെഡി ഉണ്ട്, പക്ഷെ അഴുക്ക് കാരണം നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി കഴിയുമ്പോൾ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും മനസ്സിൽ. അപ്പോൾ നമ്മൾ മനസ്സിൽ ഭഗവാനെ പറ്റി പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് മനസ്സിനെ. അപ്പോൾ ഭഗവാനിൽ ആകർഷണം ഉണ്ടാക്കിയെടുക്കണം. ഭൗതിക വസ്തുവിൽ മനസ്സ് ശാന്തമാകില്ല. ഒരിക്കലും ഭൗതിക വസ്തുവിൽ മനസ്സ് ശാന്തമാകൂല. കൊടുക്കും തോറും പോരട്ടെ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഭൗതിക സുഖത്തിൽ മനസ്സ് കൂടുതൽ ഉത്തേജിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഏതൊരു ഭൗതിക സുഖത്തിലും മനസ്സ് കൂടുതലായിട്ട് ഉത്തേജിക്കത്തേ ഉള്ളൂ, ശാന്തമാകില്ല. താൽക്കാലിക ശാന്തമായാലും കഴിഞ്ഞ പോരട്ടെ പോരട്ടെ എന്ന് വരും. ഇവിടെ മൈൻഡ് ഭഗവാനുമായി ബന്ധം സ്ഥാപിച്ചാലോ തിരികെ ഭഗവദ്ധാമത്തിലെത്തും. കഥ കഴിയുന്നു, സിനാരി കഴിഞ്ഞു. മനസ്സ് ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി തിരികെ ഭഗവദ്ധാമത്തിലെത്തുന്നു. അപ്പൊ ഇവിടെ വിഭ്രമമോ ക്ലേശമോ ക്രോധമോ ഇത്യാദി വരുന്നില്ല. അതായത് നമുക്കറിയാം, കാമക്രോധ ലോഭ മോഹ മതം ആത്സര്യം എല്ലാം നരകത്തിലേക്കുള്ള 6 വഴികളാണ്. ആ വ്യക്തി, ഇതിൻ്റെ പുറകെ നടക്കുന്ന വ്യക്തി നേരെ നരകത്തിലേക്കുള്ള വഴി വെട്ടുകയാണ്. അപ്പൊ അങ്ങനെ ഉള്ളിടത്തിന് നമ്മൾ മനസ്സിനെ
തിരിച്ചു വിട്ടിട്ട് ഭഗവാനുമായിട്ട് സമർപ്പിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് രക്ഷപ്പെടുന്നു. അപ്പൊ നമുക്ക് മുക്തിയുടെ പാദം കിട്ടുന്നു. അപ്പോ 16:16 പറയുന്നു, അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃതാഹ. നമ്മുടെ അവബോധത്തെ പല സൈഡിൽ നിന്നും വലിക്കുന്നു. പ്രസക്തഃ കാമഭോഗേഷു പതന്തി നരകേ അശുചൗ. കാമ ഭോഗാവ വാസനയിൽ നമ്മൾ നരകത്തിൽ പതിക്കുന്നു. അപ്പൊ നമുക്ക് ആ കാമഭോഗ വാസനയിൽ നമ്മൾ നരകത്തിൽ പതിക്കും എന്ന് നമുക്ക് മനസ്സിലാകിയാൽ നമ്മൾ എന്ത് ചെയ്യും? വിഭ്രാന്തിയുടെ അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ പരിശ്രമിക്കും. മോഹജാല സമാവൃത, ഈ മോഹമാകുന്ന ജാല, അതായത് വലയിൽ നമ്മൾ പിന്നെ കുടുങ്ങത്തില്ല. മോഹമായാണ് നമ്മൾ ഇങ്ങനെ കൊണ്ട് ചാടിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടും. അപ്പം മനസ്സിന്റെ പർപ്പസിൽ സമർപ്പിക്കണം. മനസ്സിനെ നമ്മൾ ഏതെങ്കിലും ഒരു പർപ്പസിൽ, ഇത് ഒരു യോഗി പ്രക്രിയയിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ പർപ്പസ് ശ്യാമസുന്ദരം. അപ്പം അതിനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ ഡിറ്റർമിനേഷൻ ഉണ്ടാകുന്നു, ഓവർകം. അപ്പം നമുക്ക് മെഡിറ്റേഷന്, ജപം, സേവ, നല്ല നല്ല പിന്നെ ഭഗവത്ഗീത, ഭാഗവതം ഇത്യാദി കാര്യങ്ങൾ, പഠനം, സ്വാധ്യായനം, ഇതൊക്കെ നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ടെംപ്റ്റേഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, ഓവർകം ടെംപ്റ്റേഷനിൽ നമുക്ക് രക്ഷപ്പെടാം. അതിനാണ് പറയുന്നത്, ഭജഗുരേ മന ശ്രീനന്ദനന്ദന അഭയചരണാരവൃന്ദരേ. ആ അഭയചരണാരവിന്ദന്റെ പാദകമലത്തിൽ ഭജഗുരേ മന, അല്ലയോ മനസ്സേ നീ ഭജിക്ക. ആരെ? നന്ദനന്ദനെ ഭജിക്കാൻ പറയുന്നത്. ഇവിടെ നമ്മുടെ പർപ്പസ് സ്ട്രോങ് ആകണം എങ്കിൽ സാധന, ശാസ്ത്ര പഠനം, ഭക്തസംഘം അനിവാര്യം. അതുകൊണ്ടാണ് സാധന നിർബന്ധമാണ്, ശാസ്ത്ര പഠനം, സ്വാധ്യായം നിർബന്ധമാണ്, ഭക്തസംഘം നിർബന്ധമാണ്. ഇനി എങ്കിലും എനിക്ക് ഭയത്തിൽ നിന്ന് വിരക്തി വരും. എങ്കിലേ എനിക്ക് ഈ ഭൗതിക ലോകത്തിലെ ഭയങ്ങളിൽ നിന്ന് വിരക്തി വരൂ. ആരോഗ്യം, സമ്പത്ത്, സൗഹൃദം, പ്രേമം ഇത്യാദികളിൽ നിന്ന് വിരക്തി വരും. ഇനിയും വളരെ ശ്രേഷ്ഠമായ ശ്ലോകമാണ്. ഒരു വ്യക്തി മെഡിറ്റേഷൻ ചെയ്യുന്നു, അതിൻ്റെ ഫലം ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു. ഇവിടെ ആഗ്രഹം പൂർത്തീകരണം ഉണ്ടായില്ല എങ്കിൽ ദേഷ്യം, കോപം ഉണ്ടാകുന്നു. ഈ ശ്ലോകം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ശ്ലോകമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആഗ്രഹപൂർത്തി ഉണ്ടായിട്ടില്ല എങ്കിൽ, അതുണ്ടാകുന്നു ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തുണ്ടാകുന്നു? ദേഷ്യം അഥവാ കോപം ഉണ്ടാകുന്നു. അടുത്ത ലെവലില് എതിലോട്ടാ പോകുന്നത്? ശോകം. അതാണ് ക്രോധാദ്ഭവത. ക്രോധം വന്നാൽ എന്ത് സംഭവിക്കും? സമ്മോഹ, ഇല്യൂഷൻ. അടുത്തതോ സമ്മോഹാത് സ്മൃതി വിഭ്രമഹ, മെമ്മറി ഇല്ലാതാകും. ഇതിന്റെ ഫലം എന്താകും? സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ഇന്റലിജൻസ് നഷ്ടമാകും, ബുദ്ധിയില്ലായ്മ ഉണ്ടാകും. ബുദ്ധിനാശാത് എന്ത് സംഭവിക്കും? ഇന്റലിജൻസ് നഷ്ടമായാൽ എന്താ സംഭവിക്കുന്നത്? പ്രണശ്യതി, ആ വ്യക്തി താഴെ വീഴും. ഇതാണ് സ്വാഭാവികമായിട്ട് എല്ലാ വ്യക്തികളിൽ നടക്കുന്ന പ്രക്രിയ. ഭഗവത്ഗീത ക്ലിയറായിട്ട് നമുക്ക് തരുന്നു. ഓരോരുത്തരും അവരവരെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തുമാത്രം സത്യമാണെന്ന് അവരവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതിൽ എല്ലാവരും വളരെ അനുഭവസ്ഥർ. ദേഷ്യം മൂഡിൽ കഴിയുന്നവർ ഇവിടെ നല്ലതേതാ ചീത്തയേതാ എന്ന് തിരിച്ചറിയുന്നത് വിവേചനം നഷ്ടമാകും. നല്ലതേതാ ചീത്തയേതാ എന്ന് തിരിച്ചറിയുന്ന വിവേചനം ഈ അവസരത്തിൽ വിഭ്രമം സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടമാകും. പ്രണശ്ശേരി, ആ വ്യക്തി താഴെ വീഴുന്നു. ഇതുകൊണ്ടാണ് താഴെ വീഴുന്നത്. മെമ്മറി,
ഡിറ്റർമിനേഷനിൽ നഷ്ടമായാൽ വിപരീത വഴിയിൽ സഞ്ചരിച്ച് നാശം സംഭവിക്കുന്നു. ബുദ്ധി നഷ്ടമാകുമ്പോൾ ആ വ്യക്തി വിപരീതമായ വഴിയിൽ കൂടി സഞ്ചരിച്ച് ആ വ്യക്തികൾക്ക് നാശം ഉണ്ടാകുന്നു. ഭഗവാൻ പറയുന്നു, എന്നാൽ എല്ലാ ക്രിമിനൽ കേസിലും ഇതാ സംഭവിക്കുന്നത്. അപ്പൊ ക്രോധമാണ് എല്ലാ ക്രിമിനൽ കേസിന്റെയും ഏറെക്കുറെ പുറകിലത്തെ ചേതോവികാരം. അപ്പൊ ആ പ്രവൃത്തി ക്രിമിനൽ ചെയ്തു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പശ്ചാത്തപിക്കുന്നത്, അയ്യോ ചെയ്യണ്ടായിരുന്നു എന്ന്. അപ്പോ വരുണേത വിഷയ ആസക്തിയിൽ നിന്ന് ധ്യായതേ വിഷയാം പുംസ. ഇവിടെ ഈ സംഭവത്തെ ഇല്ലാതാക്കിയാൽ ഈ ഗതി വരില്ല. ശരിയായ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിക്ക് ചുറ്റുമുള്ളതെല്ലാം കൃഷ്ണസേവയിൽ സമർപ്പിക്കാം എന്ന ബോധം വരുന്നു. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ആഗ്രഹം കൃഷ്ണനിൽ സമർപ്പിക്കുക. കൃഷ്ണൻ പറയുന്നു, ഭക്തിയോടും പ്രേമത്തോടും സമർപ്പിച്ചാൽ ഞാൻ സ്വീകരിക്കും, പിന്നെ പ്രസാദമായി. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ളതെന്തും നമ്മുടെ കൈക്കുമ്പിളിൽ കൊള്ളുന്നതെന്തും ഭഗവാന് ഭക്തിയോടും പ്രേമത്തോടും കൂടി സമർപ്പിച്ചാൽ ഭഗവാൻ അത് പ്രസാദമായിട്ട് തിരികെ ഉച്ഛിഷ്ടമായിട്ട് നമുക്ക് തരും. അപ്പോൾ അത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ അത് കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ഇന്റേണൽ പൊട്ടൻസി, ശക്തി നമ്മളിൽ സ്വാഭാവികമായിട്ട് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കും. എല്ലാം വരുന്നത് കൃഷ്ണനിൽ നിന്നാണ്. എല്ലാം വരുന്നത് കൃഷ്ണനിൽ നിന്നാണ്. ഇത് മനസ്സിലാക്കിയാൽ പരിത്യാഗിയായി കൃഷ്ണഭക്തനായി. അപ്പൊ എല്ലാം വരുന്നത് കൃഷ്ണനിലാണ്, എല്ലാം സമർപ്പിക്കേണ്ടത് ഭഗവാനെയാണ്, ഭഗവാനിലാണ്. ഇത് മനസ്സിലാക്കിയാൽ പരിത്യാഗിയുമായി ആ വ്യക്തി കൃഷ്ണഭക്തനുമായി. അപ്പൊ നമ്മുടെ പ്രവൃത്തിയെ ഉയർത്താൻ കൃഷ്ണൻ തന്ന ശ്ലോകമാണ് 6:5. ഉദ്ധരേത ആത്മാനാം ആത്മാന അവസദായത് ആത്മേവ വ്യാദാത്മനോ ബന്ധുരാത്മന അരിപുരാത്മനാഹ. ഒരാൾ ബുദ്ധിയിൽ കൂടി വെളിയിൽ വരാൻ പരിശ്രമിക്കണം, മനസ്സിനെ ബന്ധുവും സുഹൃത്തും ആക്കുക. ഏതൊരു വ്യക്തി ബുദ്ധിയിൽ കൂടി മനസ്സിനെ ബന്ധുവും സുഹൃത്തുമാക്കിയെടുക്കുക. പ്രവൃത്തി എന്നത് നമ്മുടെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രവൃത്തി എന്നാൽ ആ വ്യക്തിയുടെ മനോവികാരങ്ങളുടെ, മനസ്സിലെ ചിന്താധാരയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ്. മൂന്ന് കാര്യത്തിലാണ് നടക്കുന്നത്. എങ്ങനെന്ന് വെച്ചാൽ, നമ്മുടെ സ്വന്തമായത് ആത്മാവ്, നമ്മുടെ സ്ഥൂല ശരീരം, ഇത് രണ്ടിൻ്റെയും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളതാണ് മൈൻഡ്, സൂക്ഷ്മ ശരീരം. അപ്പൊ നമ്മൾ ആത്മാവ് ഇവിടെ മനസ്സ് സ്ഥൂല ശരീരത്തിൽ കൂടി വെളിയിൽ ഉള്ളത് കാണുന്നു. മനസ്സ് സ്ഥൂല ശരീരത്തിൽ കൂടിയാണ് നമ്മുടെ വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നത്. ഇവിടെ അപ്ഗ്രേഡ് ചെയ്യണം മനസ്സിനെ. ഇവിടെ മനസ്സിന് ശക്തി കിട്ടുന്നു. അപ്പൊ നമ്മൾ മനസ്സിനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആ മനസ്സിന് എന്ത് കിട്ടുന്നു? ശക്തി കിട്ടുന്നു. ആ മനസ്സിന് ശക്തി കിട്ടിക്കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത ബാഹ്യ അറ്റാക്കില് നമ്മൾ വീഴുന്നില്ല, ശക്തി കിട്ടുന്നു. മനസ്സിന് ശക്തി കിട്ടുമ്പോൾ സ്ഥിരത ഉണ്ടാകും. നമുക്ക് ഭഗവത്ഗീത എന്താ സാധനമെന്ന് നിങ്ങൾ നോക്കൂ. മനസ്സിന് ഒരു വ്യക്തിക്ക് ശക്തി കിട്ടുമ്പോൾ ആ വ്യക്തിക്ക് സ്ഥിരത ഉണ്ടാകും. അതാണ് മനധൈര്യം, മനഃശാന്തി, മനസ്സിന്റെ ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ ആ വ്യക്തി ഒരിക്കലും ചഞ്ചലമാകില്ല, സ്ഥിരതയുണ്ടാകുന്നു. ശരീരത്തിനെ കാണാൻ സാധിക്കും, പക്ഷെ മനസ്സിന് കാണാൻ പറ്റില്ല. ആ വ്യക്തി കാണുന്ന ശരീരത്തിൽ കൂടിയാണ് മനസ്സ് കാണുന്നത്. നമ്മുടെ ഇമോഷൻ കാണാൻ പറ്റുമോ?
ഗ്രാവിറ്റിയെ കാണാൻ പറ്റുമോ? പറ്റത്തില്ല. കാണാൻ പറ്റുമോ? ഇല്ല. ഇവിടെ കാണാൻ പറ്റാത്തത് മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണം. കാണാൻ പറ്റാത്തതിനെ നമ്മൾ നിയന്ത്രിക്കണം പ്രാക്ടീസിൽ കൂടി. അതാണ് നമ്മുടെ മനസ്സ് പ്രാക്ടീസിൽ കൂടി. കൃഷ്ണസേവ, ചാൻഡിങ്, വൈഷ്ണവ സേവ, ഭഗവത് സേവ എന്ന് വേണ്ട ഇത്യാദി കാര്യങ്ങളിൽ കൂടി ദേഷ്യം വരുമ്പോൾ പാത്രമൊക്കെ ഉണ്ട്, കൂടുതൽ നല്ല ഉരച്ച് ആ ദേഷ്യം പാത്രത്തോട് തീർത്ത് വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാകുവാണെങ്കിൽ കുട്ടികളൊന്നും കേൾക്കണ്ട, പുറുപുറുപുറാന്ന് പറയുവാണേലും അടുത്ത പാത്രം സിങ്കിലുണ്ടെങ്കിൽ ഉരച്ച് നല്ലപോലെ വൃത്തിയായി കഴിഞ്ഞാൽ ഭഗവാൻ സന്തോഷിക്കും. കാണുമ്പോൾ നല്ല കിളുകിളുകിളുകിളാ തിളങ്ങിയിരിക്കും. ആ ദേഷ്യം പാത്രത്തെ കാണിച്ചാൽ മതി, വീട്ടിൽ കാണിക്കേണ്ട. അല്ല കുട്ടികളുടെ അടുത്ത് വരുമ്പോൾ ചട അതുങ്ങളെ അടിച്ച് കരയിപ്പിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാ പാത്രത്തോട് കാണിച്ചാൽ. ഇല്ല, ഇവിടെ കാണാൻ പറ്റാത്തത് മനസ്സിനെ കാണാൻ നമ്മൾ നിയന്ത്രിക്കണം പ്രാക്ടീസിൽ. മനസ്സ് ഉദാഹരണം ഒരുപാട് കാര്യം ചിന്തിക്കും. മനസ്സ് എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. ബുദ്ധി ഇത് നല്ലത് അത് സ്വീകരിക്കും. ഏതാണ് നല്ലത് എന്നുള്ളത് ബുദ്ധി സ്വീകരിക്കും. ഈഗോ ഐഡന്റിഫൈ ചെയ്ത് ഓക്കെ ഞാൻ ചെയ്യാം, ഇതാണ് മൂന്നാം ഘട്ടം. അപ്പം ഈഗോയാണ് ഐഡന്റിഫൈ ചെയ്തിട്ട് പറയുന്നത് ഓക്കെ ഞാനിത് ചെയ്യാമെന്ന്. ഇതാണ് മൂന്നാമത്തെ ഘട്ടം. അതായത് ബുദ്ധി ഏത് നല്ലത് അത് സ്വീകരിക്കും, എന്നാൽ ഈഗോ ഐഡന്റിഫൈ ചെയ്ത് ഓക്കെ സർട്ടിഫിക്കറ്റ് ചെയ്യുന്നു, ഞാൻ ചെയ്യാമെന്ന ഘട്ടം ഇവിടെ എത്തുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം ബുദ്ധി സ്വീകരിക്കില്ല. നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ഒരിക്കലും ബുദ്ധി സ്വീകരിക്കില്ല. കാരണം ബുദ്ധിമാൻ അപ്പൊ പ്രവർത്തിക്കും നല്ലതാകും. ബുദ്ധിയെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തി അപ്പൊ അവൻ പ്രവർത്തിക്കും. ബുദ്ധി ഓൾറെഡി നമ്മൾ ബുദ്ധിക്ക് ട്രെയിനിങ് കൊടുത്തു, ആ ബുദ്ധി ഓൾറെഡി പ്രവർത്തിക്കും. അപ്പം നമ്മൾ മോശമായത് പ്രവർത്തിക്കില്ല, പ്രവൃത്തി നല്ലതാകും. ഇതാണ് ആത്മീയതയിൽ വന്ന് പ്രാക്ടീസിൽ കൂടി ആത്മീയ ജീവിതത്തിൽ കൂടി കഴിയുന്ന ഓരോ വ്യക്തിയും ആ വ്യക്തി പോലും അറിയാതെ ആന്തരിക ശുചീകരണത്തിൽ കൂടി ഈ കാര്യമാണ് നടക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ പ്രവൃത്തി നല്ലതാകും. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നങ്ങൾ വരുന്നു, നമുക്കറിയത്തില്ല അതെങ്ങനെയാണ് അതിനെ നിയന്ത്രിക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവാന് സമർപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഭഗവാനെ സമർപ്പിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ജപിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് തോന്നിക്കും, കുഞ്ഞെ നീ ഇതുപോലെ ചെയ്യടാന്ന്. അപ്പൊ നമ്മൾ അതുപോലെ ചെയ്യുന്നു. നമ്മൾ തന്നെ അതിശയിച്ചു, ഇങ്ങനെ സംഗതി ഭംഗിയായിട്ട് നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നൊക്കെ ഓരോരുത്തർ പറയുന്നില്ല. അപ്പൊ ചിലർ വിചാരിക്കും ഞാൻ ഒന്നൊന്നര പുള്ളിയാണ് മോനെ ദിനേശ. എന്നാൽ ഭക്തൻ വിചാരിക്കും ഇത് കൃഷ്ണകൃപ അല്ല, ഗുരുകൃപ അല്ല, വൈഷ്ണവകൃപ അല്ല, ഭക്തകൃപ എന്ന് ചിന്തിക്കും. അവിടെ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ ആ കാര്യം നടക്കും. ഈ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഉദാഹരണം, നമ്മൾ ചിന്തിക്കുന്ന എല്ലാം ബുദ്ധി സ്വീകരിക്കില്ല. എന്നാൽ ജിതൻ ജഗത് കേന മനോഹിയേന ആര് കോൺകർ ചെയ്യും? മനോ. വാച്ചോ വേഗം, മനസ്സോ വേഗം, പ്രബോധ വേഗം നമുക്കറിയാം. ഏറ്റവും നല്ലത് ആരാന്ന് പറയാൻ ദുര്യോധനോട് ചോദിച്ചു. ഉദാഹരണം, ഏറ്റവും നല്ല വ്യക്തി ആരാണെന്ന് ദുര്യോധനോട് ചോദിച്ചു. ദുര്യോധനൻ സർവ്വലോകവും കറങ്ങിയിട്ട് ചെന്നിട്ട് പറഞ്ഞു, ഏറ്റവും നല്ല വ്യക്തി ഞാൻ തന്നെയാണ്, എന്നേക്കാളും നല്ലൊരു വ്യക്തി ഇല്ല. കാരണം അദ്ദേഹത്തിന്റെ മനോമണ്ഡലം അങ്ങനെ. എന്നാൽ ധർമ്മപുത്രൻ പറയുന്നു, അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം എല്ലായിടും പോയി കറങ്ങി, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാവരും നല്ലവരാണ്, ഞാൻ മാത്രം മോശമാണ്. അപ്പൊ ഇവിടെ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള അന്തരമാണ് ശാസ്ത്രത്തിൽ കൂടി നമുക്ക് തരുന്നത്. സാഹചര്യം എല്ലാം ഒരുപോലെ, എന്നാൽ അനലൈസ് ചെയ്യുന്നത് ഓരോരുത്തരുടെയും മനസ്സിന്റെ അടിസ്ഥാനം. ഇപ്പൊ നമ്മളെ ഒരാൾ വഴക്ക് പറഞ്ഞ്, ദേഷ്യം പറഞ്ഞ്, ചീത്ത വിട്ടു, നമ്മളെ നിന്ദിച്ചു, സംഭവം നമുക്കറിയാം, നടക്കുന്ന സംഭവമാണ്, സ്വാഭാവികമാണ്. പക്ഷേ അതിനെ അനലൈസ് ചെയ്തു വലുതാക്കുന്നത് നമ്മുടെ മനസ്സാണ്. ഉദാഹരണം പറയാമെങ്കിൽ കോൺഷ്യസ്നസ് മൈൻഡും ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്, സൂപ്പർ കോൺഷ്യസ് മൈൻഡും ഉണ്ട് ഓരോ വ്യക്തിക്ക്. അപ്പൊ കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് കിട്ടുന്നത് അതങ്ങോട്ട് മാറ്റി സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കയറുമ്പോൾ ഏതെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഒറ്റയടി അടിക്കും.
അപ്പോൾ അത് ചിലപ്പോൾ നല്ലതാകും, ചിലപ്പോൾ പ്രശ്നമാകും. ഇനി സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അത് അതിനേക്കാളും വലിയ അടിയായിരിക്കും ഉണ്ടാകും. അപ്പൊ ഇത് അങ്ങനെയുള്ളിടത്ത് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞാൽ ഈ അടി ഉണ്ടാകും. മനസ്സിൽ കൂടി നമ്മൾ സൃഷ്ടിക്കുന്നു നല്ലതും ചീത്തയും. അപ്പൊ ഓരോ വ്യക്തിയും നല്ലതും ചീത്തയും സൃഷ്ടിക്കുന്നത് ആ വ്യക്തിയുടെ മനോമണ്ഡലത്തിന്റെ വികസനത്തിന്റെ അടിസ്ഥാനത്തിലും ശോഷണത്തിന്റെ അടിസ്ഥാനത്തിലുമാണ്. നമ്മൾ സെലക്ട് ചെയ്യാത്ത കാര്യം നമ്മുടെ ജനനം. നമുക്ക് ആർക്കെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ജനനം? ഇല്ല. നമ്മുടെ പേര് സെലക്ട് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ അച്ഛനമ്മമാര് ബന്ധുമിത്രാദികളാണ് ചെയ്യുന്നത്. ഏത് രാജ്യത്ത് ജനിക്കണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ത്വക്കിന്റെ നിറം സെലക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ഈ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ചേഞ്ച് ആയി. സംഭവം സിമ്പിൾ. അതിനാണ് പ്രയാസം. അതിനാണ് നമ്മൾ മനസ്സിന് ട്രെയിൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഇതിൽ കൂടി ജനത്തിന്റെ മനസ്സ് ചേഞ്ച് ആകുന്നു. അപ്പൊ നാം ഓരോ വ്യക്തിയുടെയും ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയി കഴിയുമ്പോൾ മനസ്സ് ചേഞ്ച് ആകുന്നു. ഇതാണ് ഭഗവത്ഗീതയിൽ കൂടി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മള് മറ്റുള്ളവർക്ക് ഒരു 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 എന്താ പറയുന്നത്, ഒരു മോട്ടിവേഷൻ ആകണം മറ്റുള്ളവര്. അതുകൊണ്ടാ പറയുന്നത് വൈഷ്ണവർ കണ്ടാൽ എനിക്കും ആ വ്യക്തിയുടെ കൂടെ എന്തുകൊണ്ട് ആയിക്കൂടാ എന്നൊരു തോന്നൽ ഉണ്ടാകുവാണെങ്കിൽ, ഒരു വൈഷ്ണവനെ കണ്ടിട്ട് തോന്നിയാൽ ആ വ്യക്തി വൈഷ്ണവനാണ്. അപ്പൊ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇന്നത്തെ ദിവസം ഒരു കാര്യം സംഭവിച്ചത്, ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം തരുന്നത്. ഞാൻ വലിയ വൈഷ്ണവനൊന്നും അല്ല, സാധാരണ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഒരു വ്യക്തി, ഞാൻ ടൗണിൽ കൂടെ നടന്നു വന്നപ്പോൾ, ഞാൻ നടന്നൊക്കെ എനിക്ക് ഇഷ്ടം, നടന്നത്. ഒരു മുസ്ലിം പള്ളിയുടെ മുമ്പിൽ നിന്ന് ഒരു തലയെക്കെട്ടൊക്കെ കെട്ടിയ ഒരു വ്യക്തി തൃശ്ശൂരിൽ നിന്ന് വരുന്നതാണ്. ആ വ്യക്തിക്ക് വഴി അറിയില്ല, പുള്ളി നിഷ്കരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, ഇങ്ങനെ കോളേജിലോട്ട് പോകുന്ന വഴി ഏതാ, ഇങ്ങനെ. നിങ്ങൾക്ക് എവിടാ പോകേണ്ടത്? പുള്ളിയുടെ ഭർത്താവിന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പൊ പുള്ളി പറഞ്ഞു കോളേജിലാണ്. എന്നാ പോരെ, ഞാൻ അങ്ങോട്ടാന്ന് പറഞ്ഞ് ഞാൻ കയറി, ബസ്സിൽ കയറി. പുള്ളിയോട് പറഞ്ഞു ഞാൻ ടിക്കറ്റ് എടുത്തോളാം. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ കൂടെ ടിക്കറ്റ് 10 രൂപയുള്ളൂ. 2 ടിക്കറ്റ് എടുത്ത് കോളേജിന്റെ അവിടെ ഞാൻ ഇറങ്ങി, അദ്ദേഹത്തെ വിളിച്ചിറക്കി. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എന്നോട് ചോദിച്ചു റിട്ടയർഡ് ആയതാണോ, അങ്ങനെ കാര്യം വെച്ചു. കുറെ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് 5 മണിക്ക് കുട്ടിയുടെ ചെറുമകന്റെ ബികോമിന്റെ എക്സാമിന് എഴുതാൻ പത്തനംതിട്ട കോളേജാണ് അതിന് കിട്ടിയത്. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഭഗവാന്റെ കൃപ ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈശ്വര കൃപ വേണം. അദ്ദേഹം പറഞ്ഞു പോരും. എന്നെ ചായ കുടിക്കാനൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു. വളരെ സന്തോഷമായി. കാരണം ആ വ്യക്തി എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ആ വ്യക്തിയുടെ ജാതിയോ മതമോ ഒന്നും നോക്കി ഒരു മനുഷ്യൻ. അപ്പോൾ നാളെ ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ഇതുപോലെ കുടുങ്ങിക്കഴിഞ്ഞാൽ വേറൊരാളായിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു മനോധർമ്മം നമുക്കുണ്ടായാൽ നമ്മൾ ചെയ്യുന്ന ഫലം നമുക്ക് ഈശ്വരൻ തരും. അങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് നമ്മൾ വൈഷ്ണവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. ഇതിൻ്റെ അർത്ഥം ഞാൻ വലിയവനാണെന്നല്ല, ശ്രമിക്കണം, അങ്ങനെയല്ല. ഒരു ഉദാഹരണം പറഞ്ഞതേ ഇന്ന് നടന്നു. അപ്പോൾ കാരണം നമുക്കറിയാം ജപിക്കണം, ഭാഗവതം ഭഗവത്ഗീത സത്സംഗം ആവശ്യമാണ്. എന്നാൽ നമ്മളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് നമ്മുടെ മനസ്സ്. ഇവിടെ മനസ്സിനെ ട്രെയിൻ ചെയ്താൽ യാത്ര സുഖകരമാകും. നമ്മൾ ക്ഷേത്രത്തിൽ പോകണോ, നമ്മൾ ഭഗവത്ഗീത ക്ലാസ്സിലെത്തണോ, നമ്മൾ ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലെത്തണോ, നമ്മൾ വൈഷ്ണവ സദാചാരം പഠിക്കണോ, നമ്മൾ ഒരു വൈഷ്ണവനായിട്ടും വൈഷ്ണവിയായിട്ടും ജീവിക്കണോ, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്താലേ സാധിക്കുകയുള്ളൂ. അങ്ങ് വരുമ്പോൾ നമ്മുടെ യാത്ര വളരെ സുഖമായിട്ട് പോകും. മനസ്സിനെ ശക്തമാകാൻ വേണ്ടി ഒരു വ്യക്തി മനസ്സിനെ ശക്തമാക്കാൻ വേണ്ടത്, ഒന്ന് മനസ്സിനെ ക്ലീൻ ചെയ്യുക, ചേതോദർപ്പണം, ഹരിനാമ ജപത്തിൽ കൂടി മനസ്സിനെ ക്ലീൻ ചെയ്യുക. കാരണം ഒരുപാട് അഴുക്ക് നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് കൃഷ്ണൻ ഇരിക്കില്ല. ട്രാഫിക് ജാമാണ് ഇമോഷൻ.
അപ്പൊ നമ്മളുടെ ട്രാഫിക് ജാമായിട്ടാണ് ഇമോഷനെ കാണേണ്ടത്. ട്രാഫിക് ജാമായാൽ നമ്മുടെ യാത്ര വളരെ ദുർഘടമായിരിക്കും, ലേറ്റ് ആകും. അതൊരു ഇമോഷൻ. ശത്രുത, വൈരാഗ്യം, ഷണ്ട, ഫൈറ്റിങ് ഇത്യാദി കാര്യങ്ങളെല്ലാം ട്രാഫിക് ജാമാണ് യാത്രയിൽ. അപ്പോൾ ആ ട്രാഫിക് ജാമാകുന്ന വസ്തുവിനെ പതുക്കെ നമ്മളങ്ങ് മാറ്റി നിർത്തുക. അസൂയ, ക്രോധം ഇത്യാദി എല്ലാം വരും അതിൽ, ട്രാഫിക് ജാം. കാരണം ശരീരം പുതിയത് കിട്ടിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ മനസ്സ് പഴയതാണ്. നമുക്ക് 100 ശരീരം കിട്ടിയാലും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ആത്മാവും കൂടെ ആ ശരീരത്തിൽ അങ്ങ് കുടികൊള്ളും. അപ്പോൾ പഴയതാണ് മനസ്സ്. അപ്പം പുതിയ ശരീരം കയത്തിൽ കയറുന്നു, പഴയ മനസ്സ് സൂക്ഷ്മ ശരീരമായി. ഇവിടെ സൂക്ഷ്മ ശരീരം ക്ലീൻ ആക്കാൻ പ്രവർത്തിക്കണം, എന്നാലേ തിരികെ സ്വധാമത്തിൽ പോകാൻ പറ്റൂ. അപ്പോൾ നാം ഓരോരുത്തരും ഭഗവത്ഗീത പഠിതാത്മാക്കളായ ഓരോ വ്യക്തിയും അവനവൻ്റെ സൂക്ഷ്മ ശരീരം ക്ലീൻ ആക്കാൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഭഗവത് ധാമത്തിൽ പോകാൻ പറ്റുകയുള്ളൂ. മനസ്സിനെ കാലിയാക്കുക, നെഗറ്റീവ് ഇമോഷനിൽ നിന്ന് നമ്മുടെ ഫ്രിഡ്ജ് എല്ലാ ആഴ്ചയിലും ക്ലീൻ ചെയ്യുക. നമ്മുടെ ഫ്രിഡ്ജാകുന്ന മനസ്സിനെ നെഗറ്റീവ് ഇമോഷനിൽ നിന്ന് എല്ലാ ആഴ്ചയിലും നമ്മൾ ക്ലീൻ ചെയ്യണം. അതിനാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത്, അതിനാണ് നമ്മൾ വരിഷ്ഠ ഭക്തരുമായിട്ടുള്ള സത്സംഗം ചെയ്യുന്നത്, അതിനാണ് നമ്മൾ മറ്റ് ഭഗവത്ഗീത ക്ലാസ്സിന് പോകുന്നത്, ഭാഗവത ക്ലാസ്സിന് പോകുന്നത്. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിനെ ക്ലീൻ ആക്കുന്നു. എപ്രകാരം നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജുണ്ട്, അല്ലെങ്കിൽ മോർച്ചറി, നമ്മൾ മോർച്ചറി എന്ന് പറയുന്നില്ല, മറ്റുള്ളവർ മോർച്ചറി എന്ന് പറയാമാക്കാം, എങ്കിലും ആ മോർച്ചറി നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അത് വൃത്തിയായിരിക്കും. അപ്രകാരം നമ്മളുടെ ഹൃദയം മനസ്സിനെ നമ്മൾ വൃത്തിയാക്കണം. കാരണം അതിനെ കവർ ചെയ്തിരിക്കുകയാണ് ശരീരം, പഞ്ചഭൂതങ്ങളാകുന്ന ശരീരം. അത് വളരെ പ്രാധാന്യം അറിയിക്കാനാണ്. എവിടെ വരുന്നു നെഗറ്റീവ് ഇമോഷൻ, അതിനെ ഇല്ലാതാക്കുക. ഇല്ല എങ്കിൽ വലിയ ഭാരമാകും. നമ്മളിലെ നെഗറ്റീവ് ഇമോഷനെ ഇല്ലാതാക്കിയില്ല എങ്കിൽ നമുക്കത് വലിയ ഭാരം ആയി മാറും. അപ്പം ഈ ഭാരം കുറച്ചാലേ നമുക്ക് ഗോലോകത്ത് പോകാൻ പറ്റൂ. ആയതിനാൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഭാരം കുറയ്ക്കണം. ഡോക്ടർ പറയും ഇത്ര അടി ഹൈറ്റ് ഉള്ള വ്യക്തിക്ക് ഇത്ര കിലോ പാടുള്ളൂ, 2-3 കിലോ കൂടിയാലും കുഴപ്പമില്ല. ഓവർ വെയിറ്റ് ഡേഞ്ചറാണ്. അപ്രകാരം ഓവർ ഭാരം നമുക്ക് ഗോലോകത്ത് പോകാൻ പറ്റാതെ വരും. 3, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ സമയത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും ജീവിത സാഹചര്യത്തിൻ്റെയൊക്കെ സമൂഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അപ്ഗ്രേഡ് ചെയ്യുക. നമ്മുടെ ആറ്റിറ്റ്യൂഡ് സമയത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും സമൂഹത്തിലെ വ്യവഹാരത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. ഞാൻ പഴയതുപോലല്ല. ഞാനിപ്പോൾ ഒരു 5 വർഷമായിട്ട് കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ 16 മാല ജപിക്കുന്നുണ്ട്, ഞാൻ 8 മാല ജപിക്കുന്നുണ്ട്, ഞാൻ ദിവസവും പ്രസാദം കഴിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നടന്നാൽ പറ്റില്ല. എൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ ചേഞ്ച് ആക്കണം. ഇതിനാൽ ചേഞ്ച് ആക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു. ഫലം ഗുരുവും ഭഗവാനും വൈഷ്ണവഭക്തരുടെ കൃപയും കൊണ്ട് തരുന്നു. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകും. അപ്പം നമ്മൾ ക്ലീൻ ആകും. അപ്പോൾ അവിടെ അപ്ഗ്രേഡ് പ്രോസസ്സ് നിർബന്ധമാണ്. കമ്പ്യൂട്ടർ അപ്ഗ്രേഡ് ചെയ്യണം, മൊബൈൽ അപ്ഗ്രേഡ് ചെയ്യണം, നമ്മുടെ മനസ്സും അപ്ഗ്രേഡ് ചെയ്യണം. പ്രസാദം ശ്രദ്ധയോട് സ്വീകരിക്കുന്ന മാതിരി ഓരോരുത്തരും വ്യത്യസ്തതയിൽ കഴിയുന്നു. ഇത് ലോകത്തിൻ്റെ സൗന്ദര്യമാണ്. 4, നമുക്ക് കിട്ടുന്നത് സമാധാനത്തോടും സന്തോഷത്തോടും സ്വീകരിക്കുക. തൃപ്തിപ്പെടേണ്ടത് 3 കാര്യം നമ്മൾ കണ്ട. 1, നമ്മുടെ പാർട്ട്ണർ, പിന്നെ നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഭക്ഷണം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുന്ന മാതിരി നമ്മുടെ ബ്രെയിൻ ബാലൻസ് ചെക്ക് ചെയ്യുക. എല്ലാവർക്കും മൊബൈലിൽ വരും നിങ്ങൾ ഇത്ര രൂപ എടുത്ത് ബാക്കി ഇത്രയുണ്ട് എന്ന് മെസ്സേജ് വരുന്ന മാതിരി നമ്മളുടെ
ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുന്ന മാതിരി നമ്മുടെ ബ്രെയിനിന്റെ ബാലൻസ് ചെക്ക് ചെയ്യുക. ഞാൻ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് ഇവിടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ അലാർട്ടായി നിൽക്കുക, ബിഹേവ് ചെയ്യുക, അന്യരെ ദുഃഖിപ്പിക്കുന്ന സ്വഭാവം ഇല്ലാതാക്കുക. നമ്മുടെ വാക്ക് ആയുധത്തെക്കാളും ശക്തമായി മുറിവ് ഹൃദയത്തിൽ ഏൽപ്പിക്കും. നമുക്ക് ചെക്ക് ലിസ്റ്റ് വേണം. ഇവിടെ ഒരാളും സർവഗുണ സമ്പന്നനല്ല, കൃഷ്ണൻ മാത്രമാണ് സർവഗുണ സമ്പന്നൻ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ആകെ പുകയായിട്ട് തോന്നിയെന്ന് എനിക്കറിയാം. ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ആർക്കെന്തെങ്കിലും സംശയമുണ്ടോ? Hare Krishna. Thank you so much, Prabhu. Hare Krishna. എല്ലാവരും മ്യൂട്ട് ഇതാക്കി പോയി കാണും അല്ലേ? മനസ്സിലായി. ഇതാണ് ഈ ലേറ്റ് ആയിട്ട് ക്ലാസ് എടുക്കുമ്പോ ഈ പിന്നെ ഹരേ കൃഷ്ണ പ്രഭു. കേൾക്കുന്നുണ്ട് പ്രഭു, എല്ലാം കേൾക്കുന്നുണ്ട് പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഈ നല്ല ക്ലാസ് ഒന്നും വേണ്ട, കേട്ടാ മാത്രം. ഹരേ കൃഷ്ണ. അപ്പൊ ആർക്കും സംശയമില്ലല്ലോ. ഇത് ആരെയും ഫിംഗർ ചെയ്ത് പറഞ്ഞതല്ല, ജനറലായിട്ട് പറഞ്ഞ. അതുകൊണ്ട് ആരും അത് കാര്യമാക്കി എടുക്കണ്ട. ഞാനും ഇതിലൊന്നും പെർഫെക്റ്റും അല്ല. ഓക്കെ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുവശ കൃപാസുന്ദേവജ പതിതാനാം പാവനേഭ്യ വൈഷ്ണവേഭ്യ നമോ നമഃ. ഗോര പ്രമാനന്ദേ. ഹരേ ഭഗവത്ഗീത ഗരന്ദ്രാജ് की जय. श्रीला प्रभुपाद की जय. हरे कृष्ण प्रभु. थैंक यू प्रभु. हरे कृष्ण. हरे कृष्ण. हरे कृष्ण. कृष्ण प्रभु. हरे कृष्ण. हरे कृष्ण. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Hare Krishna, Prabhu. Close ചെയ്തോട്ടെ പ്രഭു. പ്രഭു.